ഇന്ന് കർക്കിടകം 1 വിശ്വാസികൾക്ക് രാമായണ മാസാരംഭം കൂടിയാണ്. ഇനി 30 നാൾ വീടുകളും ക്ഷേത്രങ്ങളും രാമായണശീലുകളാൽ മുഖരിതമാകും. ശാരിക പൈതലെ ചാരുശീലെ വരികാരോമലെ കഥശേഷവും ചൊൽകനി. കർക്കിടകത്തിൻ്റെ ദുർഘടങ്ങൾ മാറാൻ രാമനാമ ജപമെന്നാണ് സങ്കല്പം. ശ്രീരാമചന്ദ്രൻ ജനിച്ചതും ആഷാഢമാസത്തിൽ അഥവാ കർക്കിടകത്തിൽ തന്നെ. വീടുകൾ വൃത്തിയാക്കി ശീബോധിക്ക് തീർത്ഥം വച്ച് ദീപം സാക്ഷിയായാണ് രാമായണ പാരായണം. വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഡം വരെയുള്ള ഭാഗങ്ങൾ 30 ദിവസം കൊണ്ട് വായിച്ചു തീർക്കണം. മുത്തശ്ശിമാർക്കൊപ്പം പേരക്കുട്ടികളും രാമായണ കഥകൾ കേൾക്കാൻ കൂടെ കൂടും. സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനപ്രതിഭേജാനാം പതി. കർക്കടക സംക്രമം എന്ന് പറഞ്ഞാൽ മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന സമയം, അത് കർക്കടക സംക്രമം. അപ്പോൾ ഈ ദക്ഷിണായനം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നും സൂര്യൻ കുറച്ചും കൂടി ദൂരേക്ക് മാറുകയാണ്. പണ്ട് കർക്കടക മാസത്തിന് പറഞ്ഞിരുന്നത് ദുർഘട മാസം എന്നാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. അതായത് ധർമ്മം ഒരു മനുഷ്യരൂപം എടുത്തു വന്നതാണ് ശ്രീരാമൻ എന്നാണ് പറയുക. അപ്പോൾ ജീവിതത്തിലുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളെയും വളരെ സമചിത്തതയോടുകൂടി സത്യസന്ധതയോടുകൂടി ഒരിക്കലും ധർമ്മത്തെ കൈവിടാതെ ജീവിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു മാർഗദർശനം നൽകുന്നതാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് പാരായണത്തിനായി തിരഞ്ഞെടുക്കാറുള്ളത്. വാത്മീകി രാമായണം വായിക്കുന്നവരും കുറവല്ല. ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളുടെ സാരസർവസ്വമാണ് രാമകഥ. കർക്കിടകം തോറും ചാരിക പൈതൽ പേർത്തും പേർത്തും അത് മലയാളക്കരയിൽ പാടിക്കൊണ്ടിരിക്കുന്നു. മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനേനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്ത വാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.